Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്ററിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ, പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ലേറ്റായി വീഡിയോ ഇടാൻ എന്ന് എനിക്കറിയാം. അപ്പോൾ എന്നാലും എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയി പോയത്. എന്നാലും ഞാൻ ഇടാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്ത് പഠിക്കുക. വളരെ ബുദ്ധിമുട്ടാണ് 2 മാർക്സിന്റെ ചോദ്യങ്ങൾക്ക് സജഷൻ നൽകാൻ, കാരണം ഒരുപാടുണ്ട് അതിന് സ്കോപ്പുള്ള ചോദ്യങ്ങൾ. വലിയൊരു പേപ്പറാണ്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന 1-2 അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളിലോട്ടാണ് കിടക്കുന്നത്. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് ടാക്സ് പ്ലാനിങ് എന്താണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടാക്സ് അവോയ്ഡൻസ് എന്താണ്. അതുപോലെ തന്നെ ടാക്സ് ഇവേഷനും ടാക്സ് അവോയ്ഡൻസും തമ്മിലുള്ള ഡിഫറൻസ് between tax avoidance and tax evasion. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ എന്തെങ്കിലും നോക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ടാക്സ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതും കൂടി നോക്കി വെക്കുക. ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഗ്രൂസ് ടോട്ടൽ ഇൻകം എന്താണ്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം എന്താണ് എന്നുള്ളതും കൂടി നോക്കി വയ്ക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ്, ഗ്രാറ്റുവിറ്റി എന്താണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ആനുവൽ വാല്യൂ എന്താണ്. അതുപോലെ തന്നെ നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താണ്. ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്താണ്, നിർബന്ധമായി നോക്കണം. ദെൻ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണ്. ദെൻ നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്. ട്രാൻസ്ഫർ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് എന്താണ്. ദെൻ നെക്സ്റ്റ്, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്താണ്. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്താണ്. ദെൻ സെറ്റ് ഓഫ് and carry forward of losses കൺസെപ്റ്റ് നോക്കണം. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്താണ്, MAT നോക്കണം. ടൈപ്സ് ഓഫ് കമ്പനീസ് എന്താണ്. ദെൻ നെക്സ്റ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഇതിലേതെങ്കിലും ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എസ്പെഷ്യലി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി എന്താണ് എന്നുള്ളത് ചോദ്യം. പിന്നെ ട്രസ്റ്റ് എന്താണ്, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അതിൽ അനോണിമസ്
ഡൊണേഷൻ എന്താണ് നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷനാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വളരെ പാടാണ്. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത് പ്രീവിയസ് ഇയർ, അതുപോലെ തന്നെ അസസ്മെന്റ് ഇയർ കൺസെപ്റ്റ്, പേഴ്സൺ ആരാണ്, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അസസ്സി. ഇതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാർട്ട് എയിൽ 8 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾക്കാണ് ആൻസർ കൊടുക്കേണ്ടത്. 8 ചോദ്യങ്ങളുടെ സജഷൻ എടുക്കാന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. എന്തായാലും ഒരു 5 എണ്ണം ഇതിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്ര ചോദ്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.